ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കാണും ടാഗ്. ഓക്കെ, വാട്ട് ഈസ് ദ യൂണിവേഴ്സ് ബ്രിങ്ങിങ് ഫോർ യു? അതാണ് ക്വസ്റ്റ്യൻ. അതായത് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് എന്താണ് കൊണ്ടുവരുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് 3 പൈൽ ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, 3 പൈൽ അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ, തേർഡ് പൈൽ എന്ന രീതിയിൽ. ഓക്കെ, അതിന് ഞാൻ ഓരോ പിക്ചേഴ്സ് ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈൽ 1, പൈൽ 2, പൈൽ 3 അങ്ങനെ വിചാരിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, സോ പൈൽ 1 ഞാൻ ഇവിടെ ഇപ്പോൾ തൽക്കാലം ഒന്നും വെക്കുന്നില്ല. പിക്ചർ ഇവിടെ ഞാൻ സൈഡിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ക്രീനിൽ ഞാൻ ആദ്യം 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. സോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് പൈൽ 1, പൈൽ 2, പൈൽ 3 3 പൈലുണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ട വെച്ചാൽ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം കാണാം, കുഴപ്പമില്ല. ഓക്കെ, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് എന്തും കാണാം. ഐ മീൻ എല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ മാച്ച് ആവാം. സോ 3 കാണാം. സോ പൈൽ 1കാർക്ക് ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് എന്താ പ്രിപ്പയർ ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ മുന്നോട്ട് ഇനിയിപ്പോൾ മേ ബി ഒരു 1 മന്ത് എന്ന രീതിക്ക് നമുക്കിപ്പോൾ എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഒരുക്കുന്നത് എന്ന് നമുക്കൊരു നോക്കാം. പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് ജേർണി ആൻഡ് 6th ചക്ര ആർക്കേഞ്ചൽ മൈക്കൽ, സോറി മെറ്റട്രോൺ. ഓക്കെ, പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് അലോൺനെസ്, കോൺഷ്യസ്നെസ്, ഇന്നർ വോയിസ്, എക്സിസ്റ്റൻസി എല്ലാം ഒരുവിധം ഒരേപോലെയാണ് വന്നിരിക്കുന്ന മെസ്സേജസ് ഇവിടെ. ഇതിൽ ഇത് ജേർണി എന്ന് കാണുന്നുണ്ട്. ജേർണി എന്ന് പറയുമ്പോൾ തന്നെ യാത്ര. ആൻഡ് ഇവിടെയും അലോൺനെസ്, ഇത് രണ്ടും ഒരു യാത്രയുടെ സൂചകമായിട്ടാണ് കിട്ടുന്നത്. ഇതും ഒരാൾ വടിയും പിടിച്ച് മുന്നോട്ട് ഇങ്ങനെ എവിടെയോ പോകുന്ന പോലെയാണ്, ഇതും അതേപോലെയാണ്. സോ ഓക്കെ, സോ യാത്ര നമുക്ക് ഇത് കുറച്ച് പേർക്ക് യാത്ര, തനിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാം. ആൻഡ് അതിനേക്കാൾ കൂടുതൽ മേ ബി നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പോകാൻ തീരുമാനിക്കാം. ഓക്കെ, ദറ്റ് എവിടെയെങ്കിലും പോകണം എന്ന ഒരു തീരുമാനം, ലൈക്ക് വെറുതെ നിങ്ങൾ ഒരു നമ്മൾ പറയില്ലേ യാത്രകൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ നമുക്കത് ചില എക്സ്പീരിയൻസസ് കൊണ്ടുവരും. സോ അങ്ങനെ ഒരു താല്പര്യത്തിൽ ഇറങ്ങി പുറപ്പെടുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ എവിടെയെങ്കിലും പോകേണ്ടി വന്നേക്കാം എന്ന രീതിക്കാണ്. ആ യാത്ര നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നല്ലത് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ആ ഒരു യാത്ര നിങ്ങൾക്ക് ഒരുക്കുന്നത് എന്ന് പറയാം. ഈവൻ തനിച്ച് നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോവാണ്, ജസ്റ്റ് ഒരു യാത്ര പോവുകയാണ് എന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എവിടെയോ ഒരു നല്ലതാണ്. കാരണം ആ ഒരു തനിച്ചുള്ള യാത്രകൾ ശരിക്കും നമുക്ക് വളരെ സന്തോഷം തരുമെന്ന് പറയുന്നില്ലേ, നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും തനിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും, തനിച്ച് എൻജോയ് ചെയ്യുക, അതൊക്കെ ഒരു നമ്മൾക്ക് ശരിക്കും നമ്മളെ ഒരു ബോൾഡാക്കി കോൺഫിഡൻ്റ് ആക്കി കൊണ്ടുവരും. സോ അതിന് വളരെ നല്ലതാണത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ അലോൺനെസ് എന്ന് പറയുന്നത് തനിച്ചുള്ള യാത്രയാണ്. ഇതിലും ഒരാളാണ് പോകുന്നത് അല്ലേ. സോ ആ ഒരു യാത്രയുടെ കാര്യം മേ ബി നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളെ തന്നെ ഒന്ന് ബോൾഡാക്കാൻ, കോൺഫിഡൻ്റ് ആക്കാൻ, അല്ലെങ്കിൽ ചില എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് കിട്ടാൻ, ആ യാത്രയിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, അങ്ങനെ പലതും. ഓക്കെ, ആ ഒരു യാത്ര നിങ്ങൾക്ക് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ സ്പിരിച്വൽ കൂടി ഇന്ന് സംസാരിച്ചേ പറ്റൂ, കാരണം ബാക്കിയെല്ലാം സ്പിരിച്വലാണ് പറയുന്നത്. ഈ യാത്ര എന്ന് പറയുന്നത് അതൊരു സ്പിരിച്വൽ യാത്ര കൂടിയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് എന്ന് പറയാം. അതിന് ആ സമയത്ത് ശരിക്കും സ്പിരിച്വൽ ജേർണിയിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സ്, നമ്മൾ ദൈവം അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവം, ഓക്കെ, ആൻഡ് നിങ്ങളൊരു യൂണിവേഴ്സൽ പവർ എന്ന രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നതായിട്ടാണ്. ആ യൂണിവേഴ്സൽ പവറിനോട് നിങ്ങൾ അടുക്കുന്ന രീതിക്കായിരിക്കും. ഓക്കെ, ഇവിടെ കോൺഷ്യസ്നെസ് ഉണ്ട്. ഇതും 6 ചക്രയാണ്. ഇതും 6 ചക്ര ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ് പറയുന്നത്. ഇതും ഇന്നർ വോയിസ് ആണ് പറയുന്നത്, ഇൻറ്റ്യൂഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് 3ഉം പറയുന്നത് ശരിക്കും നമ്മളുടെ ഉള്ളിലേക്ക് നോക്കി തുടങ്ങുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവുന്നതാണ് പറയുന്നത്. ആൻഡ് ഇത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നതാണ്. ഇത് 6 ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റിയുടെ നടുവിൽ നമ്മുടെ അജ്ഞാചക്രാന്നോ എന്തോ പറയും അല്ലേ, ഐ തിങ്ക് അതാണ് പേര്. നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സുമായിട്ട് ഇങ്ങനെ കണക്ഷൻ വരുന്ന രീതിക്കാണ്. സോ ആ ഒരു കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. നിങ്ങൾ ആ കണക്ഷൻ യൂണിവേഴ്സുമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും. ആൻഡ് ആ ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് നിങ്ങൾ എന്നുമാണ് പറയുന്നത്. ഈ സ്പിരിച്വൽ ജേർണിയിലുള്ളതിൻ്റെ മെയിൻ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് നമ്മൾ യൂണിവേഴ്സിനെ അറിയും, ദൈവത്തിനെ മനസ്സിലാക്കും. എന്താണ് ദൈവം, അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സൽ പവർ, ദൈവം എന്ന ഒരാളെ എന്ന രീതിക്കല്ല പറയുന്നത്. ഒക്കെ അത് മനസ്സിലാക്കുക. ഒരു ശക്തി, ഓക്കെ, ഒരു ശക്തി എല്ലാവരുടെ
നമ്മുടെ ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുണ്ട്. ആ ഒരു ശക്തിയെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ദൈവമെന്ന്. ഓക്കെ, നിങ്ങൾ ഓരോ വാക്കുകളോട് നമ്മൾ ഓരോ പേര് കൊടുത്ത് വിളിക്കുന്നു എന്ന് മാത്രം. സോ ഇവിടെ അഗൈൻ ആ ഒരു പവറിനെ, നമ്മൾ സൂപ്പർ പവറിനെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിക്കാണ്. ആൻഡ് ആ സൂപ്പർ പവറിനെ നമ്മളെയൊക്കെ ക്രിയേറ്റ് ചെയ്ത ആ സൂപ്പർ പവറിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. സോ അഗൈൻ ഈ യാത്ര നിങ്ങളുടെ ഉള്ളിലേക്കുള്ളതാണ്. ഈ ഒരു ജേർണി നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് കൂടി പോയി തുടങ്ങും. ഓക്കെ, ആൻഡ് മേ ബി ഈ ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് ഇപ്പോൾ നിങ്ങൾ എന്നാണ് പറയുന്നത്. ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്, ഈ ഒരു സ്പിരിച്വൽ ജേർണി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങളുടെ ഇന്നർ വോയിസ് ഒരുപാട് നിങ്ങൾ കേൾക്കാൻ തുടങ്ങും, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിൻ്റെ ജേർണി, ലൈഫ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഓക്കെ ആ ഒരു എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും, നിങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ കാര്യം എനിക്ക് കാണുന്നത്. ഒന്ന്, യെസ്, ആക്ച്വൽ യാത്ര. ചിലവർക്ക് ജോലി മാറുന്നു, സ്ഥലം മാറുന്നു, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. നിങ്ങളത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പുറത്തെവിടെയെങ്കിലും പോകാനാണെങ്കിൽ അങ്ങനെ ആയാലും ശരി. ഓക്കെ, എവിടെയോ മേ ബി തനിച്ചുള്ള ഒരു യാത്രയായിരിക്കും, പഠിക്കാനായിരിക്കാം. ഓക്കെ, പഠിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിട്ട് ജോലിക്ക് പോകുന്നതായിരിക്കാം, പഠിക്കാൻ പോകുന്നതായിരിക്കാം. അഗൈൻ അവിടെ ഒരു ലേശം തനിച്ചാവുന്ന മട്ടുണ്ട്. ഓക്കെ, വേറൊരു കാര്യം, ഈ സ്പിരിച്വൽ ജേർണിയിൽ നമ്മളുള്ളപ്പോൾ അതായത് നിങ്ങൾ അവനവനെയും നമ്മൾ യൂണിവേഴ്സിനെയൊക്കെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമ്മൾ സത്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്ത് തുടങ്ങും. നമ്മൾ എന്തിലാണ് ഇത്രയും കാലം നമ്മൾ സമയം കൊടുത്തത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് പലതും നമ്മൾ ചെയ്തത് എന്ന രീതിയിലെ കുറേ ചിന്തകൾ നമ്മൾ പലതും മനസ്സിലാക്കാൻ തുടങ്ങും. ആൻഡ് അങ്ങനെയൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് വിട്ടുകൊടുത്തത്, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരും താഴ്ത്തിയത്, വേദനിപ്പിച്ചത്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ശരിക്കും നമ്മൾ ചേഞ്ച് ആയി തുടങ്ങും. ഓക്കെ, നമ്മൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ആൻഡ് നമ്മളെ തന്നെ നമ്മൾ വാല്യൂ കൊടുക്കാൻ തുടങ്ങും. ആ വാല്യൂ കൊടുക്കുന്ന അങ്ങനെയൊക്കെ ചെയ്തു വരുന്ന സമയത്ത് ശരിക്കും മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അതിലെന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോവും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി പലരും വിട്ടുപോകും. കാരണം നമ്മുടെ ഈ സ്പിരിച്വൽ ജേർണിയിൽ മുന്നോട്ട് ചിലപ്പോൾ അവരുണ്ടാവില്ല. ഓക്കെ, നമ്മുടെ മുന്നോട്ടുള്ള ഗ്രോത്തിന് അവർ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ചിലവർ നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകും. നമ്മൾ വളരെ ക്ലോസ് ആയിരുന്ന വ്യക്തികളോട് ചിലപ്പോൾ നമ്മളെ വിട്ടുപോകും. ഓക്കെ, നിങ്ങളതൊരിക്കലും വിഷമിക്കരുത്. കാരണം നിങ്ങളെ ആ ഒരു സ്പിരിച്വലി നിങ്ങളെ ഉയർത്താനുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. അതാണ് യൂണിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഞാനിവിടെ കൂടുതൽ പറയുന്നില്ല. ഐ ഹോപ്പ് നിങ്ങൾ കൂടുതലും ഇവിടെ അഗൈൻ രണ്ട് കാര്യമേ എനിക്കിതിവിടെ കിട്ടിയിട്ടുള്ളൂ. ഒന്ന്, ആക്ച്വൽ യാത്ര, അല്ലെങ്കിൽ ഒരു മാറ്റം, അത് പഠിക്കാൻ സ്ഥലം മാറ്റം, ജോലി മാറ്റം, അങ്ങനെ എന്തെങ്കിലും. അല്ലെങ്കിൽ കുറേ പേർക്ക് ഇവിടെ സ്പിരിച്വൽ ഒരു ജേർണിയുടെ സ്റ്റാർട്ട് എന്ന രീതി കൂടി എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ അതാണ് പൈൽ നമ്പർ 1 വന്നത് ഇവിടെ. ഓക്കെ, അതൊരു വ്യത്യസ്തമായ റീഡിംഗ് ആയിപ്പോയി, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, ആൻഡ് നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോവാം. നിങ്ങൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത സോറി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫോർവേഡ് ചെയ്യാം, ബിക്കോസ് എനിക്ക് സമയം എടുക്കുന്നതൊന്ന് ഷഫിൾ ചെയ്യാൻ. ഓക്കെ, പൈൽ 2 ചൂസ് ചെയ്ത ആൾക്കാർക്ക് പൈൽ 2 ചൂസ് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾ വ്യൂവേഴ്സിന് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് എന്താണ് ഒരുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പൈൽ 2 സ്റ്റോം വാർണിംഗ് ഉണ്ട് ഇവിടെ. ആൻഡ് അറ്റാച്ച്മെൻറ്റ്, വാവ്, ആൻഡ് ഹാപ്പി ഫാമിലി. ഇത് കൊടുക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ഈ ഡെക്ക് കൂടി എടുത്തിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാ ഫയലും കാണാം കേട്ടോ. ഇതിലങ്ങനെ ഒന്നുമില്ല, റെസ്ട്രിക്ഷൻ ഇല്ല. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ എല്ലാം കാണാം, നോ പ്രോബ്ലം. മൊറാലിറ്റി, ഗൈഡൻസ്, അണ്ടർസ്റ്റാൻഡിങ്. അഗെയിൻ റൈപ്നെസ് എന്ന് പറയുന്നതും ഇതും എനിക്കിവിടെ കുറച്ച് കണക്ഷൻ തോന്നുന്നുണ്ട്. സെലിബ്രേഷൻ കാണുന്ന പോലെ അല്ലേ, നമ്മൾ എല്ലാം പഴുത്തു റെഡിയായി ഇനി കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ പോലെയാണ്. സോ എവിടെയും ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഇതിലും ഒരു സെലിബ്രേഷൻ എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ കുറച്ച് സെലിബ്രേഷൻ, സന്തോഷങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ഓക്കെ, ഒരു സന്തോഷമായ ഒരു കാര്യം. പക്ഷെ അതിന് മുമ്പ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ സ്റ്റോം വാർണിംഗ് ഉണ്ട്. അതായത് ഒരു നമ്മൾ പറയില്ലേ കൊടുങ്കാറ്റ് വരാൻ പോകുന്നു എന്നൊരു വാർണിംഗ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു വാർണിംഗ് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്ന രീതിക്കുമായിരിക്കും. പക്ഷേ അത് വരുന്നത് നല്ലതിനാണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാരണം ഇവിടെ ഫൈനൽ കാർഡ് നമുക്ക് രണ്ടും സെലിബ്രേഷൻ്റെ ആണ് കാണുന്നത്. ഹാപ്പി ഫാമിലിയാണ്, സെലിബ്രേഷൻ എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, സോ അത് എത്തണമെങ്കിൽ, ഈ ഒരു സന്തോഷം നിങ്ങൾ എത്തണമെങ്കിൽ ചിലത് നിങ്ങൾ ഓവർകം ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു
എന്ത് തരത്തിലായിരിക്കും. ഇതിപ്പോൾ ടവർ കാർഡായിട്ട് നമുക്ക് എടുക്കാം. ടവർ കാർഡിൻ്റെ ടവർ ഡെത്ത് എൻഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഇവിടെ എന്തോ ഒരു പ്രശ്നം വരാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ പ്രോബ്ലം പക്ഷെ നിങ്ങൾക്ക്, അതായത് എന്തെങ്കിലും തകർത്ത് കളയാനുള്ള സാധ്യതയാണ്. ആ തകർച്ച ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ ചില അറ്റാച്ച്മെൻറ്റ്സ് വിട്ട് കളയാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അറ്റാച്ച്മെൻറ്റിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളെ സഹായിക്കും. ഇവിടെ നിങ്ങളിങ്ങനെ കെട്ടിപ്പൂട്ടി നിൽക്കുന്ന പോലെയാണ്, കൈയൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫിയർ ഓഫ് അറ്റാച്ച്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്മെൻറ്റ് ആയിരിക്കാം, രണ്ടും ഉണ്ടാവും. ഓക്കെ, എവിടെയോ നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇരുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയാണ്. ഓക്കെ, കാരണം ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ അധികം പാടില്ല എന്ന രീതിക്ക് പറയാറുണ്ട്. ഓക്കെ, സോ അങ്ങനെയാവാം എവിടെയോ. അല്ലെങ്കിൽ നമ്മൾ പറയില്ല, ചിലത് പിടിച്ച് വെക്കാൻ ശ്രമിച്ച് കാണും നിങ്ങൾ. ഓക്കെ, വിട്ട് കളയാതെ ചിലപ്പോൾ ചിലത് നിങ്ങൾ വിട്ട് കളയാതെ, കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ ആ നഷ്ടപ്പെടാനുള്ള മനസ്സില്ലാതെ നിങ്ങൾ ചില കാര്യങ്ങൾ പിടിച്ചു വെക്കാൻ ശ്രമിച്ച് കാണാം. പക്ഷേ ടവർ മൊമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ചിലത് നമുക്ക് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഓക്കെ, ആ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു സാധനമായിരിക്കാം, നിങ്ങൾ ഒരു കാര്യമായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, എന്തുമാവാം. ഓക്കെ, ജോലിയാവാം, വോട്ടെവർ. ഓക്കെ, ഒരു ഫാമിലി എന്ന് ഞാൻ പറയുന്നില്ല. എനിവേ, സോ ഇവിടെ നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഓക്കെ, അത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനുള്ളൊരു സാധ്യതയാണ് നിങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് നല്ലതല്ല, അതുകൊണ്ടാണ്. ഓക്കെ, അത് നിങ്ങൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ശരിക്കും നിങ്ങളെ ശരിക്കും ഇവിടെ കെട്ടി വെച്ചിരിക്കുകയാണ്. ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ട് മാത്രം നിങ്ങൾ ശരിക്കും ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് അതിൽ നിന്ന് നിങ്ങളെ വിടിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, നിങ്ങളെ ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ഇവിടെ. ഓക്കെ, ബട്ട് ഇവിടെ ഫ്രീഡം പോലെയാണ് അല്ലേ. ഇത് നമ്മൾ കേജിൽ നിന്ന് പുറത്ത് വരുന്ന പോലെയാണ്, കൂട്ടിൽ നിന്ന് പുറത്ത് പറക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെയും ഞാൻ പറഞ്ഞു കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ പൂട്ടി വെച്ചതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ പോവാണ്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. ദറ്റ് ഈ അറ്റാച്ച്മെൻറ്റ് എനിക്ക് നല്ലതല്ല എന്ന്. ശരിക്കും ഈ കൂടിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, ഇപ്പം പക്ഷികളുടെ കഥ പറയുകയാണെങ്കിൽ, ഒരു പക്ഷിക്ക് നമ്മൾ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അതിന് ആ കൂട്ടിലിട്ട് വളർത്തുന്നത് പറയാൻ അതിന് ഫ്രീഡം ഇല്ല അല്ലേ. പക്ഷെ എന്നാലും അതിനെവിടെയോ ഓക്കെ, എനിക്ക് കുറച്ച് ഫുഡ് ഇടയ്ക്ക് കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്, ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട് എന്ന് ചിന്തിച്ച് അത് അങ്ങനെ തന്നെ ഇരുന്നു പോകും അല്ലേ. അങ്ങനെ ഇരിക്കാൻ അത് ശീലിക്കും ഓട്ടോമാറ്റിക്കലി. അത് അങ്ങനെ ആ ഒരു ഓക്കെ, ഇതാണ് എൻ്റെ ലോകം എന്നത് ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, പക്ഷേ ശരിക്കും പക്ഷികൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറക്കേണ്ട ഒരു ഇതാണ് അല്ലേ, അത് പറക്കണം അങ്ങനെയാണ്. ഓക്കെ, പക്ഷെ അതിനെ കൂട്ടിൽ പിടിച്ചിട്ടിട്ട് അതിന് ആ ശീലമായി പോവും. ഓക്കെ, നമ്മൾ ശരിക്കും ആ കൂടിനോടുള്ളൊരു അറ്റാച്ച്മെന്റ് എന്ന് പറയാം. കാരണം അവിടെ സേഫ്റ്റിയാണ് അല്ലേ, അതിനുള്ളിൽ അവർ സേഫ് ആയിട്ടിരിക്കുകയാണ്. ആ സേഫ്റ്റി വിടാനുള്ള ഒരു മടി ഉണ്ടാവും. തുറന്ന് വിട്ടാൽ കൂടിയിട്ട് ചിലത് പറന്നു പോവില്ല, ചില പക്ഷികൾ പറന്നു പോവില്ല, ബിക്കോസ് അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, ഒന്ന് ആ കൂടിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, മേ ബി അവരെ വളർത്തിയ ആളോടുള്ള അറ്റാച്ച്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ശരിക്കും ആ ഫ്രീഡം ആണ് ഇവരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഫ്രീ ആയിട്ട് പറക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ ആ ഒരു ഫ്രീഡം ശരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. ചിലവരത് മനസ്സിലാക്കില്ല. ഓക്കെ, എങ്ങനെ അതിപ്പോൾ അതിൽ ചെറിയ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ബട്ട് എനിവേ, ഞാൻ കുറച്ച് ഇവിടെ മൊറാലിറ്റി എന്ന് കാണുന്നുണ്ട്. ഓക്കെ, മോറൽ വാല്യൂസ്, നിങ്ങളുടെ മോറൽ വാല്യൂസിനെ കുറിച്ചായിരിക്കാം ഇത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു വാല്യൂസിന് അഗെയിൻസ്റ്റ് പോകുന്നുണ്ടാവും. ഓക്കെ, ബട്ട് എന്നിട്ടും നിങ്ങൾ ചില കാര്യങ്ങളിൽ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നിങ്ങൾക്കറിയാം ചിലത് തെറ്റാണ്, അല്ലെങ്കിൽ ചിലത് ശരിയല്ല, അവിടെ വേണ്ട, നല്ലതല്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടാവും. ബട്ട് എന്നാലും നിങ്ങൾ അതിൽ തന്നെ പെട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ആക്ച്വലി ഐ തിങ്ക് നിങ്ങൾക്ക് അതിനുള്ളൊരു ഗൈഡൻസ് കിട്ടും. ഓക്കെ, കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് വരും. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചു തരും. ഓക്കെ, യൂണിവേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന അതാണ്. നിങ്ങളെ ആ ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ നിങ്ങൾ ശരിക്കും ചിലത് വിട്ട് നിങ്ങൾ തന്നെ ആ ഒരു എന്താ പറയുക ആകാശത്തിലേക്ക് നിങ്ങൾ പറന്നു ഉയരാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. ആൻഡ് അതിനുശേഷം ഇവിടെ ശരിക്കും നിങ്ങൾ ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോം ക്ലിയർ ആകുമ്പോൾ അല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ തകർന്നു ശരിയാണ്, പക്ഷെ ആ തകർച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഹാപ്പി ഫാമിലി എന്ന രീതിക്കാണ്. നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കുക, മാരേജ് വരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, കുറച്ച് പേര് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു മാരേജ് ഫാമിലി എന്ന രീതിക്കായിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് റൈപ്നെസ്സും ഉണ്ട്. സോ ഒരു എല്ലാം നമ്മൾ പറയില്ലേ, ഒരു സെലിബ്രേഷൻ, ആഘോഷം, നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ ഒരു നല്ല ഫലം കിട്ടുന്നതായിട്ട് എന്ന രീതിക്കൊക്കെ പറയാം. സോ അതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, മെയിൻലി പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു ഫ്രീഡമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്.
യെസ്, പക്ഷെ അത് ഫ്രീഡം ചിലപ്പോൾ നിങ്ങളായിട്ട് ചൂസ് ചെയ്യില്ല. ഓക്കെ, നിങ്ങളായിട്ട് ചിലപ്പോൾ ആ ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ട് ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് അതിനെ തകർത്ത് കളയാനുള്ള സാധ്യതയാണ്. അത് മാത്രമേ ഒരു ചെറിയ വിഷമമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തു വരും. പക്ഷേ അത് നിങ്ങളുടെ നല്ല ഇനായിരിക്കും. ഓക്കെ, നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ്സ് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് കരുതി വെച്ചിരിക്കുന്നത്. സോ ബി പ്രിപ്പയർഡ്. ഓക്കെ, സ്റ്റോം എന്ന് പറയുമ്പോൾ അത് വലിയ ചിലപ്പോൾ അതാവണമെന്നില്ല, പക്ഷെ നിങ്ങൾ തിരിച്ചറിയലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയും, ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇവിടെ അല്ലേ. സോ നിങ്ങൾ തിരിച്ചറിയും, എന്നിട്ട് നിങ്ങൾ ആ കൂട്ടിൽ ഒരു എന്താ പറയുക, നിങ്ങൾ ആ ഒരു പറക്കാൻ സാധിക്കും എന്ന് ചിലപ്പോൾ ഒരു തിരിച്ചറിവായിരിക്കാം. ആൻഡ് ഫ്രീഡം ചൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി മേ ബി ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടാവും. മേ ബി യൂണിവേഴ്സ് ആയിരിക്കാം ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഫ്രീഡം കിട്ടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ഓക്കെ, സോ മൂവ് ഓൺ ടു പൈൽ 3. നമുക്ക് പൈൽ 3യിലേക്ക് പോവാം. ഇത് ഞാൻ എവിടെയോ ഈ ഒരു ടോപ്പിക്ക് കണ്ടതാണ്. എനിക്ക് ഐ തിങ്ക് നല്ലൊരു ടൈപ്പ്. ആൻഡ് ഓക്കെ, ലെറ്റ്സ് സീ. പൈൽ 3 ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് നോക്കാം. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് എന്താണ് ഒരുക്കുന്നത്, എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി. വാട്ട് ഈസ് ദ യൂണിവേഴ്സ് പ്രിപ്പയറിംഗ് ഫോർ യു? വാട്ട് ഈസ് ദ യൂണിവേഴ്സ് പ്രിപ്പയറിംഗ് ഫോർ യു? മൂന്നാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് third pile, 5th chakra, Archangel Gabriel, and Door to Romance. Oh, beautiful, nice. Financial constraints. Okay, let's see. ഇതിൽ നിന്നും കൂടി നോക്കിയിട്ട് pile 3 ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് എന്താ ഒരുക്കുന്നത്? ഓ വാവ്, സെലിബ്രേഷൻ. ഒന്നും കൂടി ഉണ്ടോ? ഇല്ല, സെലിബ്രേഷൻ. വി ആർ ദ വേൾഡ്. എക്സ്പീരിയൻസിങ്. സി, വാവ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, സി, സൈലൻസ് എന്നാണ് കാർഡ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതേ കാര്യമാണ്. ഓക്കെ, തേർഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒന്ന്, നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ബന്ധത്തിൻ്റെ ഒരു തുടക്കമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ അല്ലെങ്കിൽ ഉള്ള ബന്ധം തന്നെ ആയാലും അതിലൊരു ബെറ്റർമെൻറ്റ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആ സിറ്റുവേഷൻ ലൈക്ക് ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിൽ കുറെ കൂടി ബെറ്റർ ആവുന്ന രീതിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം നിങ്ങൾക്ക് ആക്ച്വലി റൊമാൻസ് വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അതിപ്പോൾ ഏത് തരത്തിലെടുത്താലും ശരി. ഓക്കെ, റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ സൈലൻസ് എന്ന് കാണുന്നുണ്ട്. ആൻഡ് ഇത് ത്രോട്ട് ചക്രയാണ് പറയുന്നത്. ത്രോട്ട് ചക്ര ആൻഡ് സൈലൻസ് കണക്ഷൻ മനസ്സിലായില്ലേ? സൈലൻ്റ് ആയിരുന്നു, പറഞ്ഞിട്ടില്ല. അല്ല, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല ഇതുവരെ. മേ ബി നിങ്ങൾക്ക് പേടിച്ചിട്ട് ചിലപ്പോൾ പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൻ്റെ ആയിരിക്കാം. പേഴ്സൻ്റെ മനസ്സിലുള്ളത് അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതായിരിക്കും കാരണം ഇവിടെ സൈലൻസ് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിട്ടുണ്ടാവും. നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, ബട്ട് ഇടയിൽ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം കാരണം നിങ്ങൾ തമ്മിൽ അകന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റ് ആണ് എന്നും വരാം. ഓക്കെ, അങ്ങനെയായിരിക്കാം. ബട്ട് ഇവിടെ കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത് തുറന്ന് പറച്ചിൽ, അതിൻ്റെ കാര്യമാണ് എനിക്കിവിടെ കാണുന്നത്. സോ എവിടെയോ ത്രോട്ട് ചക്ര ബ്ലോക്കേജ് ഉണ്ട്. ഓക്കെ, അതായത് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അത് മനസ്സിൽ നമുക്ക് ചില പേടികൾ, ചില കാര്യങ്ങളൊക്കെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയി പോകും. നമുക്ക് കാര്യങ്ങൾ ചിലപ്പോൾ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇമോഷണൽ ആയി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം വന്നു പോകും. ഓക്കെ, സങ്കടം, ദേഷ്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ത്രോട്ട് ചക്രയൊക്കെ ബ്ലോക്ക് ആക്കി വിടും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു പേടി. ഓക്കെ, അവർക്കായാലും നിങ്ങൾക്കായാലും, ഓക്കെ, പേഴ്സണായാലും നിങ്ങൾക്കായാലും. സോ ഇവിടെ ഒരു സൈലൻസിൻ്റെ കാര്യമാണ് മെയിനായിട്ട്. ആ സൈലൻസ് ആണ് ഇവിടെ ബ്രേക്ക് ആവാൻ പോകുന്നത്. ഓക്കെ, ആ സൈലൻസ് ഇനി ബ്രേക്ക് ആവും. നിങ്ങളോട് പറയുന്ന ഒന്ന്, നിങ്ങൾ ത്രോട്ട് ചക്ര ബ്ലോക്കേജിന് വേണ്ടിയുള്ള വർക്ക് ചെയ്യുക. ബിക്കോസ് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് നിങ്ങളുടെ പേഴ്സണെ കൂടി അവർ ത്രോട്ട് ചക്ര ഓപ്പൺ ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ത്രോട്ട് ചക്ര ബ്ലോക്കേജിന് നമ്മൾ ചെറിയ എക്സസൈസ് ഉണ്ട്. ഇങ്ങനെ കഴുത്തിൻ്റെ തൊട്ട് നമ്മുടെ ആ കുഴി ഉണ്ടല്ലോ, എന്നെ കാണില്ല നിങ്ങൾക്ക്, ജസ്റ്റ് ഓക്കെ, കഴുത്തിൻ്റെ തൊട്ട് താഴെയുള്ള ആ കുഴിയിൽ നിങ്ങളിങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ വേദനിപ്പിക്കുകയല്ല, കുറച്ചൊരു വേദന തോന്നും, ശരിക്കും തോന്നണം എന്നാണ്, ചെറുതായിട്ട്. ഓക്കെ, ഒരു ടാപ്പിംഗ് എക്സസൈസ് പറഞ്ഞിട്ടുണ്ട്, അതാണ് പറഞ്ഞത് ഞാനിപ്പോൾ. ഓക്കെ, അതിങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങാം. അല്ലെങ്കിൽ അങ്ങനത്തെ ചില എക്സസൈസ് നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ ഈ ത്രോട്ട് ചക്ര ഓപ്പൺ ആവാൻ നല്ലതാണ്. ആൻഡ് അത് മാത്രമല്ല, ശരിക്കും നമ്മൾ പറയണം മനസ്സിലുള്ള കാര്യങ്ങൾ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾ തുറന്നു
തുറന്നു പറയാൻ തുടങ്ങുക. അത് ആരോടായാലും ശരി, വ്യക്തിയോടാവണമെന്നില്ല, ആരോടായാലും. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ പറയാൻ മടിക്കുന്നത് അവിടെയൊക്കെ നിങ്ങൾ കുറച്ചുകൂടി തുറന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പഠിക്കുക. ദേഷ്യപ്പെട്ടിട്ടല്ല, ദേഷ്യത്തോടെ സംസാരിക്കാനല്ല പറയുന്നത്, കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട്. കാരണം ഇവിടെ എപ്പോഴും ക്ലാരിറ്റിയാണ് ഈ ബ്ലൂ കളർ പറയുന്നത്. ബ്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാരിറ്റി, ശാന്തത ഒക്കെയാണ്. ഓക്കെ, ശാന്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയാൻ പറ്റണം, ദേഷ്യത്തിലോ സങ്കടത്തിലോ അല്ല. അവിടെ പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് വളരെ കൺട്രോൾഡ് ആയിരിക്കണം. ആൻഡ് അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കാരണം അപ്പോഴേ കേൾക്കുന്ന ആൾക്കും അത് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയായിരിക്കും. സോ അതിപ്പോൾ ആരോടായാലും ശരി, നിങ്ങളുടെ വീട്ടിൽ, ഫാമിലിയിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ പറയാതെ വെക്കുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ത്രോട്ട് ചക്രയും ബ്ലോക്കേജ് ഉണ്ടാവും, പേഴ്സൻ്റെ ഉണ്ടാവും. സോ നിങ്ങൾ ഹീലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരും ഹീലാവും. അതെപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, സോ അതങ്ങനെയാണ് സോൾ കണക്ഷൻസ് ഒക്കെ. ആൻഡ് ഇവിടെ എവിടെയോ എനിക്കൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ആൻഡ് നിങ്ങൾ ഇവിടെ ഒരു ഓപ്പൺ അപ്പ് വരും. ഓക്കെ, കാര്യങ്ങൾ തുറന്ന് പറയുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ സോറോ കണ്ടു. സോ യെസ്, മേ ബി ഇവിടെ അഗൈൻ ഒരു സെപ്പറേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഒരു സങ്കടമൊക്കെ കാണുന്നത്, വിഷമം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മേ ബി ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക്, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, അതായത് പേഴ്സൻ്റെ ഭാഗത്ത് അവർക്ക് ഒരു സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നില്ല, നല്ല ജോലിയില്ല, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഹീലിംഗ് എന്നും കാണുന്നുണ്ട്. സോ എവിടെയോ ഇത് ഹീലായിട്ട് വരും, സിറ്റുവേഷൻ ഹീലാവും എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ സെലിബ്രേഷൻ, സെലിബ്രേഷൻ ഉണ്ട്. സോ യെസ്, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വി ആർ ദ വേൾഡ് എന്ന് പറയുമ്പോൾ ഇത് വേൾഡ് കാർഡിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് എനിക്ക് കാണുന്നത്. എവിടെയെങ്കിലും എല്ലാവരും ചേർന്ന് വന്ന് ഓക്കെ ഒരു സെലിബ്രേഷൻ, ആഘോഷം എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ഒത്തുചേരുന്ന രീതിക്ക് എടുക്കാം, ഒരു യൂണിയൻ എന്ന രീതിക്ക് എടുക്കാം. ആക്ച്വലി വേൾഡ് കാർഡ് നമ്മൾ യൂണിയൻ എന്ന് എടുക്കാറുണ്ട്, സെലിബ്രേഷൻ പറയാറുണ്ട്, കംപ്ലീഷൻ പറയാറുണ്ട്. ഓക്കെ, സോ എന്ന് വെച്ചാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന പോലെയാണ്. സോ എവിടെയോ ഒരു സിറ്റുവേഷൻ്റെ പൂർണ്ണത എത്തുന്നു എന്ന രീതിക്ക്. സോ മേ ബി നിങ്ങൾ തമ്മിൽ ആൻഡ് ഓക്കെ റീയൂണിയൻ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ട് എന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു യൂണിയൻ വരുന്നു എന്ന് പറയാം. എക്സ്പീരിയൻസിങ് എവിടെയോ CS നിങ്ങൾ കുറച്ച് വിഷമങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ വിഷമങ്ങൾ നിങ്ങളെപ്പോഴും ബെറ്റർ ആക്കാനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആ എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങൾ ഓരോ കാര്യങ്ങളെയും എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക, കണക്കാക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ പേഴ്സണുമായിട്ട് സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെയോ ചില കാര്യങ്ങൾ നിങ്ങളും ഹീലാവാനുണ്ട്, അവർക്കും ചില കാര്യങ്ങൾ ശരിയാവാനുണ്ട് എന്നെടുക്കാം. ഓക്കെ, സോ അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇത് കൂടുതലും എനിക്കൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. ഓക്കെ, കാരണം ഡോട്ട് റൊമാൻസും ഉണ്ട്. സോ യെസ്, നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു, റൊമാൻസ് വരാൻ പോകുന്നു. ഓക്കെ, എന്ന രീതിക്കാണ്. ഇത് വേറൊന്നും ഞാൻ പറയുന്നില്ല, അതിൽ യെസ് റൊമാൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. സോ തേർഡ് പൈൽക്കാർക്ക് നിങ്ങൾക്ക് ഓക്കെ ഇവിടെ റൊമാൻസ് ആണ് കാണുന്നത്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ളത്. നിങ്ങളെ വിട്ടുപോയ വ്യക്തി ഉണ്ടെങ്കിൽ അവർ തിരിച്ചു വരും, അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തി ആയിരിക്കാം. ആൻഡ് അതിന് പക്ഷേ ഇവിടെ ത്രോട്ട് ചക്രയുടെ ബ്ലോക്കേജ് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ തുടങ്ങുക ആദ്യം. ഓക്കെ, അപ്പോഴേ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും പേഴ്സൺ ഇപ്പോൾ അവരെ മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഒരു ഇഷ്ടങ്ങൾ, സ്നേഹമൊക്കെ, അത് തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കാം. അത് ഓട്ടോമാറ്റിക്കലി അവിടെയും അത് എഫക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തുറന്ന് പറയണമായിരിക്കാം, അതായിരിക്കാം പറയുന്നത്. ഓക്കെ, പക്ഷേ നോക്കി ചെയ്യാം, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. സോ ഈ വിഷമം മാറി കിട്ടും എന്തായാലും. ഓക്കെ, ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, സോ തേർഡ് പൈൽക്കാർക്ക് അതാണ് ഇന്നത്തെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.